ഈ ഭക്തന്മാര് സന്ധ്യാനാമം ചൊല്ലുന്ന ഒരു കീർത്തനമുണ്ട്, ഹരിനാമ കീർത്തനം. ഞാൻ കുട്ടിക്കാലത്ത് ചൊല്ലി പഠിച്ചതാ. അതിലൊരു ശ്ലോകമുണ്ട്: ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതനും അഗ്നിയജനം ചെയ്ത ഭൂസുരനും ഹരിനാമകീർത്തനം ഇതൊരു നാളുമാർക്കുമുടൻ അരുതാത്തതല്ല ഹരിനാരായണായ നമാം. ആരെങ്കിലും പറഞ്ഞു കൊടുക്കണ്ട ഈ നാമജപം പോകുമ്പോ ഇങ്ങനെ ഒരു ശ്ലോകമുണ്ട്, എഴുത്തച്ഛൻ എന്ന് പറഞ്ഞൊരാളുണ്ട് എന്ന്. ആദ്യത്തെ വിഭാഗം ഏതാണെന്നറിയോ? ഋതുവായ പെണ്ണ്. അതാണല്ലോ പ്രശ്നം, ആർത്തവം. 400-500 കൊല്ലം കഴിഞ്ഞ് വരാനിരിക്കുന്ന ഒരു ജാഥയ്ക്ക് മുൻകൂർ മറുപടിയാ. ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതനും. അതിന്റെ ക്രമം നോക്കണം കേട്ടോ. ഇവരൊക്കെ പറഞ്ഞിട്ടാണ് അവസാനമാണ് എഴുത്തച്ഛൻ അഗ്നിയജനം ചെയ്ത ഭൂസുരനും. ഈ ബ്രാഹ്മണനെയും കൂട്ടിക്കോളൂ. ആദ്യം ഈ ആർത്തവം വന്ന പെണ്ണ്, പതിതൻ, ദാഹകൻ, അവരൊക്കെ കഴിഞ്ഞിട്ട് ഈ അഗ്നിയജനം ചെയ്ത ഭൂസുരനും. എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് ഹരിനാമകീർത്തനം എന്നാണ്. ആ കീർത്തനം ചൊല്ലി ചൊല്ലിയാണ് കേരളത്തില് അധ്യാത്മം വളർന്നതെന്നാണ് പഴയൊരു കഥ. അതെഴുതിയ ആളാണ് ഭാഷ ഉണ്ടാക്കിയതെന്നുമാണ് പഴയൊരു കഥ. അതുകൊണ്ട് എന്താണ് ഭക്തി എന്നറിയണമെങ്കിൽ ഇങ്ങനെ ചില ശ്ലോകങ്ങൾ ചൊല്ലണത് നല്ലതാണ്. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം മനസ്സിലാവാത്തത് മാത്രമേ ചൊല്ലുള്ളൂ. അങ്ങനെ ഒരു വിശേഷമുണ്ട്. അതുകൊണ്ട് ഇപ്പൊ അമ്പലത്തിലൊക്കെ എന്താ പറയണമെന്ന് ചോദിച്ചാൽ മിക്കവാറും നാരായണീയ എന്താന്ന് മനസ്സിലാവുകയില്ല, സംസ്കൃത. മറിച്ച് ജ്ഞാനപ്പാനെ വലിയ മനസ്സിലാവും. 2-4 ദിനം കൊണ്ട് ഒരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളികമുകൾ ഏറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് ചൊല്ലി കേൾക്കുമ്പോൾ മനസ്സിലാവും അവനവന്റെ കാര്യമാണല്ലോ എന്ന്. മറ്റത് അഗ്രേ വശ്യാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു കാര്യമാണല്ലോ, എനിക്കരിയില്ല. അപ്പൊ എന്തോ കനമുണ്ടെന്ന് തോന്നും. പണ്ടതുകൊണ്ട് ഈ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ തർക്കിക്കാൻ വന്നപ്പോ പണ്ഡിതന്മാരായ ചില ആളുകൾ ഗുരുവായിട്ട് തർക്കിക്കാൻ വന്നു. സംവാദം തുടങ്ങിയപ്പോൾ സംസ്കൃതത്തിൽ സംസാരിച്ചു തുടങ്ങി. ഗുരു പറഞ്ഞു നമുക്ക് മലയാളത്തിൽ സംസാരിക്കാം. കാരണം മലയാളത്തിൽ സംസാരിച്ച് ഇയാൾ പറയണ പൊട്ടത്തരാണെന്ന് നാട്ടുകാർക്കെല്ലാം മനസ്സിലാവും. അത്രേ ഉള്ളൂ. ഈ പണ്ഡിതന്മാർ പറയുന്നത് നാട്ടുകാർക്ക് പറഞ്ഞാൽ എളുപ്പം മനസ്സിലാവും. ഇവർക്ക് മനസ്സിലാവണ ഭാഷയെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവർ വേറെന്തോ മഹാകാര്യം പറയാണെന്ന് അടിക്കും. അതുകൊണ്ടാ ഗുരു പറഞ്ഞു നമുക്ക് മലയാളത്തിൽ സംസാരിക്കാം. അതോടെ പ്രശ്നം അവസാനിച്ചു. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. ഞാൻ വിശ്വാസിയല്ല, പക്ഷെ വിശ്വസിക്കുന്ന ആളുകൾ പ്രാർത്ഥിക്കണം. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ആ പ്രാർത്ഥനയെ നവോത്ഥാനം കൊണ്ടുവന്ന വലിയ ലോകങ്ങളുണ്ട്. ഉള്ളൂർ അതിനെ മുഴുവൻ കൂടി ചേർത്ത് വെച്ചിട്ട് ദൈവത്തെ സങ്കല്പിച്ച ഒരു വരിയുണ്ട്. എന്താന്നോ? അടുത്തു നിൽപ്പോരനുജന നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം എന്ന്. നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ ഒരു പ്രയാസമില്ല. ഈ മനുഷ്യര് അടുത്തിടയ്ക്ക് കൽപ്പറ്റാരായണ മാഷ് 2 കവിത എഴുതി. വീണപ്പോൾ താങ്ങിയ അപരിചിതൻ എന്നിലുള്ള സംശയം തീർത്തു തന്നില്ലേ. അല്ലാതെ തലക്കടിച്ച് വീഴ്ത്തിയപ്പോഴല്ല കേട്ടോ. വീണപ്പോൾ താങ്ങിയ അപരിചിതൻ എന്നിലുള്ള സംശയം തീർത്തു തന്നില്ലേ. ദൈവത്തൊക്കെ അറിയാൻ ഇത്രയും മതി. ഇതാണ് ഗുരു പറഞ്ഞത്. സത്യം, ധർമ്മം, ദയ, ശാന്തി. ഈ 4 വാക്കറിഞ്ഞാൽ ദൈവം ഏതാണ്ടായി.